നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണും. ദ ഹെർമിറ്റ് കാർഡാണ്. അവരിപ്പം ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. അവരുടെ ലൈഫിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ ലൈഫിലെ മറ്റ് കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ നിങ്ങളെ മിസ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവർക്ക് റിലേഷൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർക്ക് എന്തായാലും റിലേഷൻ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്, മുന്നോട്ട് ഈ റിലേഷൻ ഏത് രീതിയിൽ കൊണ്ടുപോകണം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊരു ക്ലാരിറ്റി വരുത്താൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ദ സൺ കാർഡാണ്. അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് തന്നെയാണെന്നാണ് കാണിക്കുന്നത്. അവരെടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ഈ റിലേഷനെ അത്രയും അനുകൂലമായിട്ടുള്ളൊരു ഡിസിഷനാണ് അവരെടുക്കുന്നത്. നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് അവർ വരുന്നതെന്നുള്ളതാണ്. അപ്പം ഈ റിലേഷനിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു തീരുമാനത്തിലോട്ടാണ് അവർ മാറിയിട്ടുള്ളത്. ഈ റിലേഷൻ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു റിയലൈസേഷനിലോട്ട് നിങ്ങളുടെ പേഴ്സൺ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനമാണ് അവരെടുക്കുന്നത്. അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ളത് സത്യസന്ധമായിട്ടാണ്, ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് റിലേഷൻ വേണ്ടെന്ന് വെക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് റിലേഷൻ വിട്ടു പോകാനോ അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവർ അത്രയും ആലോചിച്ചാണ് ഈ ഒരു ഡിസിഷനിലോട്ട് എത്തുന്നത് കേട്ടോ. കാരണം അവർക്ക് ഇത് ഈ റിലേഷനിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇനി ആലോചിച്ച് മാത്രം തീരുമാനത്തിലോട്ട് എത്താം എന്നുള്ളൊരു ചിന്തയിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ അവരത്രയും ചിന്തിച്ച് ആലോചിച്ചാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ടെൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ഫാമിലി അല്ലെങ്കിൽ ഫാമിലിക്ക് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അവരങ്ങനെ ഫാമിലിക്ക് അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങളിൽ അവരുടേതായ കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ അവർ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി തരാൻ പറ്റാത്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫാമിലി സമ്മതിക്കാത്തത് കൊണ്ട് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസിനെ മറികടന്ന് നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ പ്രതിസന്ധികളെയൊക്കെ അവർ തരണം ചെയ്ത് നിങ്ങളെ ചൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് അവർ വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അത് കാണിക്കുന്നത് അവരുടെ ലൈഫിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക ഈ പേഴ്സണ് ഞാൻ അത്ര വാല്യുബിൾ ആയിട്ടുള്ള ആളല്ല, എന്നോട് അത്രയും ഇഷ്ടവും താല്പര്യമൊന്നും അവർക്കില്ല, അവരുടെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഫാമിലി പറയുന്നതാണ് കേൾക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ അവരങ്ങനെയല്ല. അവർ നിങ്ങൾ കൂടെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഫാമിലി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അത് ചെയ്യാൻ അവർക്ക് പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളില്ലാതെ അവർക്ക് അവരുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ടാണ്, അങ്ങനെ ഒരു മാനസികാവസ്ഥയിലോട്ടാണ് അവർ മാറുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ജസ്റ്റിസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നീതി കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു റിലേഷൻ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടും എന്ന് വിചാരിച്ച ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു പോയത് അങ്ങനെയായിരിക്കാം, നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം, നമുക്കിവിടെ നിർത്താം, ഇനി മുന്നോട്ട് റിലേഷൻ കൊണ്ടുപോകാൻ പറ്റില്ല, ഇതിൽ നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു തീരുമാനത്തിൽ നിന്നൊക്കെ മാറി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ക്യൂൻ ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നുണ്ട്. ചിലർക്കൊരു തേർഡ് പേഴ്സൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം. അത് കൊളീഗ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം,
അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം. അങ്ങനെ ഒരു തേർഡ് പേഴ്സൺ ഈ ഒരു റിലേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവാം. അതും നിങ്ങളുടെ റിലേഷനിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടാവാം കേട്ടോ. അപ്പം ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസിനേക്കാൾ കൂടുതൽ ഈ തേർഡ് പേഴ്സൺ ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ അത് നിങ്ങളെ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച് റിലേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം അത്രയും, ഒരു ഇമോഷണൽ കണക്ഷൻ അത്രയും ഡെപ്തിൽ നിങ്ങളോടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ് പെട്ടെന്ന് ഒരു റിലേഷനിൽ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറയുമ്പോൾ അത് അത്രയും ഡിഫിക്കൽട്ടാണ്. അവർക്ക് അങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് റിലേഷൻ എൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻഡ് ചെയ്യാമെന്നൊക്കെ ചിലപ്പം ഒരു സമയത്ത് ഒരു ദേഷ്യത്തിന് പുറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ്റെ പുറത്തോ ഒക്കെ ഒരു ഇറിറ്റേഷൻ്റെ പുറത്തൊക്കെ പറയാമെന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് പോകാൻ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ അവർക്കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അവരെന്തായാലും തിരികെ റിലേഷനിലോട്ട് വരുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഹോൾഡ് മീ എന്നാണ് പറയുന്നത്. അവരെ കൂടെ കൂട്ടാനാണ് പറയുന്നത്. അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. അവർക്ക് ഒരിക്കലും നിങ്ങളുടെ കൈ വിട്ടു പോകാൻ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ നിങ്ങൾ കൂടെ നിർത്തണം എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. ഡിവൈൻ ഗൈഡൻസ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് നിങ്ങളുടെ പേഴ്സണിന് ലഭിക്കുന്നതായിട്ടാണ്. അവർക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പം അതാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ വേണം എന്നുള്ള ഒരു ഡിസിഷൻ അവർക്ക് എടുക്കാൻ, അങ്ങനെ ഒരു തോന്നൽ അവരിൽ ഉണ്ടാക്കാൻ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ആ ഒരു ഗൈഡൻസോട് കൂടി തന്നെയാണ് അവർ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. കാർമിക് ബാറ്റിൽസ് എന്നാണ്. ഒരു കർമ്മ നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്ക് ഉള്ളത് കൊണ്ടാണ്, സത്യം പറഞ്ഞാൽ തേർഡ് പേഴ്സൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു കാർമിക് സിറ്റുവേഷനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തു വരാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു കാർമിക് സിറ്റുവേഷനെ മറികടന്ന റിലേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കാണിക്കുന്നത്. അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ റിലേഷനിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ്. സാവധാനമാണ് റിലേഷനിൽ ഒരു ചേഞ്ച് വരുന്നതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫ്യൂ മന്ത്സ് എന്ന് കാണിക്കുന്നത് കേട്ടോ. പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിൽ തന്നെ ഈ റിലേഷനിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു ഡിവൈൻ ഗൈഡൻസ് അവർക്ക് കിട്ടുന്നതിനനുസരിച്ചുള്ള ഒരു മാറ്റം നിങ്ങളുടെ റിലേഷനിൽ വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. തിരുവനന്തപുരം 1987, ലെറ്റർ എച്ച് 1999, ലെറ്റർ ബി, ലെറ്റർ എഫ് കാർത്തിക, മലപ്പുറം, പത്തനംതിട്ട, ജൂൺ, കണ്ണൂർ, കോട്ടയം, ലെറ്റർ ആർ, ഉത്രാടം, ഏപ്രിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.